ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഒത്തിരി പേര് കമൻറ്റിൽ എന്നോട് ചോദിക്കാറുള്ള ഒരു റിക്വസ്റ്റാണ് ഇന്ന ടോപ്പിക്കിൽ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണെന്നല്ലേ ആ ടോപ്പിക്ക്? കുറേ പാരൻസിന് കുട്ടികളുടെ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര പേടിയാണ്. പേടിയുടെ കാരണം ഇത്രേ ഉള്ളൂ, എൻ്റെ പൊന്നു സാറ് സ്കൂളിൽ ചെന്നാൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും. കാരണം ബഹുഭൂരിപക്ഷം പേരുടെയും കുട്ടികൾ CBSE, ICSE അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലായിരിക്കും പഠിക്കുന്നത്. അവർക്കൊക്കെ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ അടുത്ത്, പ്രിൻസിപ്പളിൻ്റെ അടുത്ത്, ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണമല്ലോ. അതുകൊണ്ട് ബെറ്റർ ഞാൻ സ്കൂളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് കാണാനുണ്ട്. ചില ആളുകൾക്ക് ഒരു PTA മീറ്റിംഗ് വിളിച്ചാൽ പോകാൻ തന്നെ പേടിയാണ്, ഇംഗ്ലീഷിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ടീച്ചറുടെ അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ധൈര്യസമേതം അടുത്ത PTA മീറ്റിങ്ങിന് അങ്ങ് ചെല്ലണം. എന്നിട്ട് ഈ സെൻറ്റൻസസ് ഒക്കെ ഇംഗ്ലീഷിൽ പറയണം. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ റിലീസ് ചെയ്യും, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. അതിൽ നമ്മൾ കുറച്ചും കൂടിയും അവിടുത്തെ ഓഫീസസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സെൻറ്റൻസ് കൂടെ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ ക്ലാസ് ടീച്ചറുടെ അടുത്തേക്ക് ചെല്ലാണെന്ന് വിചാരിക്കും. ഓക്കെ, ടീച്ചറെ കാണുമ്പോൾ നമ്മൾ നല്ലൊരു പുഞ്ചിരി കിട്ടും, ഒപ്പം ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. കാരണം കൊച്ചിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ മേടിക്കണം, ടീച്ചറുടെ എന്തൊക്കെയായിരിക്കും നമ്മളെ കൂടെ പറയാൻ പോകുന്നത്, നമുക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മൾ നടത്തണം. ഓക്കെ, ഒരു വിഷ് കൊടുക്കണം, എന്നിട്ടൊരു സെൽഫ് ഇൻട്രോ കൊടുക്കണം. അപ്പോൾ ഇവിടെ അമ്മയാണ് പോകുന്നതെന്ന് വിചാരിക്കും. അമ്മയുടെ പേര് മീര എന്നാണ്, കുഞ്ഞിൻ്റെ പേര് ഏഞ്ചൽ എന്നാണെന്ന് വിചാരിക്കും. അപ്പോൾ അമ്മ പറയാണ്, ഹായ് മാം, ഗുഡ് മോർണിംഗ്, ഐ എം മീര, ഏഞ്ചൽസ് മദർ. ഓക്കെ, ഐ എം മീര, ഏഞ്ചൽസ് മദർ. ഓക്കെ, ഗുഡ് മോർണിംഗ് മാം, എൻ്റെ പേര് മീര എന്നാണ്, ഞാൻ ഏഞ്ചലിൻ്റെ അമ്മയാട്ടോ എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സിന് ചിലപ്പോൾ ആദ്യത്തെ തവണയാണ് നമ്മൾ ചെല്ലുന്നത്, ഒരു പുതിയ സ്റ്റാൻഡേർഡിലേക്ക് കടന്നതിന് ശേഷം ആദ്യത്തെ മീറ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സ്വതവേ ടീച്ചേഴ്സ് പറയും, താങ്ക്സ് ഫോർ കമ്മിങ്, പ്ലീസ് ഹാവ് യുവർ സീറ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ കമ്മിങ്, പ്ലീസ് ഹാവ് യുവർ സീറ്റ്. ഓക്കെ, ടീച്ചേഴ്സ് എന്താ പറയണേ? ഓക്കെ, വളരെ നന്ദിയുണ്ട് വന്നതിന്, നിങ്ങളുടെ കസേരയിൽ ദയവായി ഇരിക്കൂ, ഒന്ന് കസേരയിൽ ഇരിക്കൂ എന്ന് പറയണം. അപ്പോൾ നമ്മളോട് ഇരിക്കാൻ പറയുമ്പോൾ നമ്മൾ വളരെ സ്റ്റാൻഡേർഡായിട്ട് പറയണം, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ പറയാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, കാരണം ടീച്ചേഴ്സ് നമ്മളോട് കാണിക്കുന്ന ആ ഒരു മാന്യത തിരിച്ച് നമ്മളും കൂടിയും കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, സ്പെഷ്യൽ ഇംഗ്ലീഷിൽ അവർ നമ്മളോട് ഇരിക്കാൻ പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ താങ്ക് യു പറയണം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുഞ്ഞിനെ കുറിച്ചിട്ടാണ് ടീച്ചറോട് ചോദിക്കുക, അല്ലേ? ചിലപ്പോൾ ടീച്ചേഴ്സ് ഒത്തിരി കാര്യങ്ങൾ കുഞ്ഞിൻ്റെ നമ്മളോട് പറയും, ഇവിടെ നമ്മളാണ് ഓരോ കാര്യങ്ങളും ടീച്ചറിനോട് ചോദിക്കുന്നത് എന്ന് വിചാരിക്കും. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ചോദിക്കുക, എൻ്റെ കൊച്ച് എങ്ങനെയുണ്ട് ക്ലാസ്സിൽ, അല്ലേ? എങ്ങനെയുണ്ട് ഇവൻ ക്ലാസ്സിൽ, അല്ലെങ്കിൽ അവളാണുള്ളെങ്കിൽ എങ്ങനെയുണ്ട് മാം ഇവള് ക്ലാസ്സിൽ എന്ന് ചോദിക്കും, അല്ലേ? എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? ഹൗ ഈസ് മൈ ചൈൽഡ് ഇൻ ദ ക്ലാസ്. ഓക്കെ, ഹൗ ഈസ് മൈ ചൈൽഡ് ഇൻ ദ ക്ലാസ്. ഓക്കെ, എൻ്റെ കുട്ടി എങ്ങനെയുണ്ട് ക്ലാസ്സിൽ, ഇങ്ങനെ ചോദിക്കുക, ഹൗ ഈസ് മൈ ചൈൽഡ് ഇൻ ദ ക്ലാസ്. ഓക്കെ, ക്ലാസ്സിൽ എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചോദിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ വീട്ടിലെ കാര്യമാണെങ്കിൽ നമുക്കറിയാം, പക്ഷെ കുഞ്ഞ് സ്കൂളിൽ ചെന്ന് ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും ടീച്ചറുടെ അടുത്ത് തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഹൗ ഈസ് മൈ ചൈൽഡ് ഇൻ ദ ക്ലാസ്. ഓക്കെ, എന്നോടൊപ്പം ഒന്ന് ചോദിക്കാവോ, എൻ്റെ കൂടെ ഒന്ന് ചോദിച്ചേ, ഹൗ ഈസ് മൈ ചൈൽഡ് ഇൻ ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ടീച്ചർ പറയാമെന്ന് വിചാരിക്കും, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ പറയാണ്, അവൻ ഭയങ്കര എക്സലൻ്റ് ആട്ടോ എന്ന് പറയാണ്. ഓക്കെ, അവൻ അല്ലെങ്കിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. ഇല്ലെങ്കിൽ ഒരു മോശം അഭിപ്രായം പറയണമെന്ന് വിചാരിക്കും, നിങ്ങളുടെ കുഞ്ഞ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നല്ലതാണെന്ന് പറഞ്ഞാലും മോശമാണെന്ന് പറഞ്ഞാലും നമ്മൾ രണ്ടാമത് ചോദിക്കും, അവൻ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഹെൽപ്പും കൂടി ആവശ്യമുണ്ടോ എന്ന്. പല രീതിയിൽ അതിന് നമുക്ക് മീൻ ചെയ്യാം. ചിലപ്പോൾ നമ്മൾ കുഞ്ഞിനെ നമ്മൾ ട്യൂഷന് വിടേണ്ടതായിട്ടുണ്ടോ, കുറച്ചും കൂടി കൂടുതൽ സമയം ഇരുത്തി പഠിപ്പിക്കേണ്ടതുണ്ടോ, അവന് വേണ്ടിയിട്ടുള്ള ഗൈഡ്സ്, പ്രിൻ്റഡ് നോട്ട്സ് മേടിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരൊറ്റ സെൻറ്റൻസിൽ ഒതുക്കി ചോദിക്കാം. എങ്ങനെയാണെന്നറിയൂ? ഡസ് മൈ ചൈൽഡ് നീഡ് എക്സ്ട്രാ ഹെൽപ്പ്. ഓക്കെ, ഡസ് മൈ ചൈൽഡ് നീഡ് എക്സ്ട്രാ ഹെൽപ്പ്. ഓക്കെ, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഹെൽപ്പുകൾ ആവശ്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂഷനോ പ്രിൻ്റഡ് നോട്ട്സോ കൂടുതൽ സമയം ഇരുത്തി പഠിപ്പിക്കേണ്ടതോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, ഡസ് മൈ ചൈൽഡ് നീഡ് എക്സ്ട്രാ ഹെൽപ്പ് എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഈ ചൈൽഡിൻ്റെ പകരം നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ അവിടെ മെൻഷൻ ചെയ്യാം. ഐദർ നമുക്ക് അവിടെ പേര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡസ് മൈ സൺ നീഡ് എക്സ്ട്രാ ഹെൽപ്പ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഡസ് മൈ ഡോട്ടർ നീഡ് എൻ എക്സ്ട്രാ ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ എൻ്റെ മകൻ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ, കുഞ്ഞിന് എന്തെങ്കിലും എക്സ്ട്രാ ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ടീച്ചർ പറയാണ്, നമുക്ക് അവന് ട്യൂഷനൊന്നും വിടണ്ട. ഓക്കെ, അവൻ കുറച്ച് നല്ല പ്രിൻ്റഡ് നോട്ട്സ് അല്ലെങ്കിൽ നല്ല ഗൈഡ്സുകൾ, നല്ല ബുക്കുകൾ ഈ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് പഠിച്ചാൽ മതി എന്ന് പറയാം. ഓക്കെ, ഉടനെ ചോദിക്കും,
മാമിന് എന്തെങ്കിലും ബുക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യാവോ, മാമിന് എന്തെങ്കിലും ബുക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാവോ, അല്ലേ? നമ്മൾ ഇത് തപ്പി കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലതാണ് ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആ ടോപ്പിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? വാട്ട് ബുക്സ് ക്യാൻ യു റെക്കമെൻഡ്? ഓക്കെ, വാട്ട് ബുക്സ് ക്യാൻ യു റെക്കമെൻഡ്? ഓക്കെ, നിങ്ങൾക്ക് എന്താ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക? വാട്ട് ബുക്സ് ക്യാൻ യു റെക്കമെൻഡ്? ഓക്കെ, എന്താ നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ടീച്ചർ ഒരു നേരെ പുസ്തകങ്ങൾ അങ്ങ് റെക്കമെൻഡ് ചെയ്തു എന്ന് വിചാരിക്കും. ഉടനെ നമ്മൾ ചോദിക്കും, മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലേ? സ്വതവേ പാരൻസിന് ഒരു കമ്പാരിസൺ ഒരു ക്യാരക്ടർ വരാറുണ്ട്. ശരിക്കും അത് പാടില്ല എന്നാണ് പറയുക. നമ്മുടെ കുട്ടികളെ മറ്റു കുട്ടികളായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്ത് ചോദിക്കാൻ പാടില്ല. ഇവിടെ ഒരു ലേണിങ്ങിൻ്റെ പ്രോസസ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഹൗ ഈസ് ഹി ഡൂയിങ് കമ്പയർഡ് to the rest of the class? Okay, how is he doing compared to the rest of the class? Okay, മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് അവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു? How is he doing compared to the rest of the class? Okay, എന്നോടൊപ്പം ഒന്നും കൂടി ചോദിച്ചോ, how is he doing compared to the rest of the class? Okay, മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അവൻ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്? വീണ്ടും ഞാൻ പറയാണ്, ഇതൊരിക്കലും ഒരു നല്ല ചോദ്യമല്ല, പക്ഷേ നമ്മുടെ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രം. അപ്പോൾ ടീച്ചർ പറയാണ്, അവൻ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ അവൻ്റെ യുണീക്നെസ് ഒക്കെ വെച്ച് നന്നായിട്ട് അവൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉടനെ തന്നെ നമ്മൾ ചോദിക്കും, അവൻ്റെ ക്ലാസ്സിലെ സ്വഭാവം പെരുമാറ്റമൊക്കെ എങ്ങനെയുണ്ട്, ഇല്ലേ? നമുക്ക് എപ്പോഴും ഭയങ്കര ആകാംക്ഷയുള്ളതാണ്. കാരണം നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിട്ടാണ് നിൽക്കുക, നമ്മുടെ അടുത്ത് ഒത്തിരി ഫ്രീഡം എടുക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കും, അവൻ്റെ സ്വഭാവം പെരുമാറ്റമൊക്കെ ക്ലാസ്സിൽ എങ്ങനെയുണ്ട്? How is my child's behavior in the class? ഇങ്ങനെയാണ് ചോദിക്കുക. എങ്ങനെ? How is my child's behavior in the class? Okay, അവൻ്റെ ക്ലാസ്സിൽ പെരുമാറ്റം എങ്ങനെയുണ്ട്? ഇങ്ങനെ ചോദിക്കുക, How is my child's behavior in the class? Okay, ഒരു പ്രാവശ്യം കൂടി എൻ്റെ ഒപ്പം ഒന്ന് ചോദിച്ചോ, How is my child's behavior in the class? Okay, എൻ്റെ കുട്ടിയുടെ പെരുമാറ്റം ക്ലാസ്സിൽ എങ്ങനെയുണ്ട്? അപ്പോൾ ടീച്ചർ പറയാണ്, അവനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ലെന്നേ, വളരെ നല്ല കുഞ്ഞാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ടീച്ചർ ചോദിക്കാമെന്ന് വിചാരിക്കും, അവനെന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങളോട് പറഞ്ഞു? അപ്പോൾ നമ്മൾ പറയുകയാണ്, മൈ ചൈൽഡ് ഈസ് സ്ട്രഗ്ലിങ് വിത്ത് മാത്സ്. ഓക്കെ, മൈ ചൈൽഡ് ഈസ് സ്ട്രഗ്ലിങ് വിത്ത് മാത്സ്. എൻ്റെ കുഞ്ഞ് മാത്സ് സബ്ജക്റ്റ് കൊണ്ട് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇല്ല, ഒത്തിരി കുട്ടികൾക്ക് മാത്സ് സബ്ജക്റ്റ് ഭയങ്കര ടഫാണ്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന ടീച്ചറുടെ പ്രശ്നമോ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ഇഷ്യൂ അല്ല. പല കുട്ടികൾക്കും ഓരോന്നിനോടാണ് ക്രേസ് ഉണ്ടാകുക. ചിലർക്ക് ചിലത് ടഫായിട്ട് ഫീൽ ചെയ്യും, ചിലർക്ക് ചിലത് നല്ലതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ മീര എന്ന് പറയുന്ന ആളുടെ കുഞ്ഞിന് ഈ മാത്സ് കുറച്ച് ടഫാണ്. ഓക്കെ, അപ്പോൾ മാത്സ് ടഫ് ആയതുകൊണ്ട് അവരെങ്ങനെ പറയുന്നു, ഇങ്ങനെ മൈ ചൈൽഡ് ഈസ് സ്ട്രഗ്ലിങ് വിത്ത് മാത്സ്. ഓക്കെ, മൈ ചൈൽഡ് ഈസ് സ്ട്രഗ്ലിങ് വിത്ത് മാത്സ്. സയൻസ് ആണ് ടഫെങ്കിലോ അവർക്ക് സിമ്പിളായിട്ട് പറയാം, മൈ ചൈൽഡ് ഈസ് സ്ട്രഗ്ലിങ് വിത്ത് സയൻസ്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ആണ് ഇഷ്യൂ എങ്കിലോ നമുക്ക് പറയാം, മൈ ചൈൽഡ് ഈസ് സ്ട്രഗ്ലിങ് വിത്ത് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഏത് സബ്ജക്റ്റ് ആണോ അതിന് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ സെൻറ്റൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ടീച്ചർ പറയാണ്, ഓക്കെ ഞാൻ നോക്കിക്കോളാം, ഓക്കെ ഞാൻ അവനെ ടേക്ക് കെയർ ചെയ്തോളാം എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ടീച്ചറെ അവൻ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് അറ്റൻറ്റീവ് ആണോ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുഞ്ഞാണോ, അല്ലേ? നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്. അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക? Is my child attentive in the class? Okay, is my child attentive in the class? Okay, അവൻ ക്ലാസ്സിൽ ഭയങ്കര അറ്റൻറ്റീവ് ആണ്. ഈസ് മൈ ചൈൽഡ് അറ്റൻറ്റീവ് ഇൻ ദ ക്ലാസ്. ഇവിടെ തന്നെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരൊറ്റ വേർഡിൽ മാത്രം പോകുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് മൈ ചൈൽഡ് എന്നുള്ളതിന് പകരം ഹി എന്നോ ഷീ എന്നോ കിഡ് എന്നൊക്കെ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഈസ് ഹി അറ്റൻറ്റീവ് ഇൻ ദ ക്ലാസ് ഓർ ഈസ് ഷീ അറ്റൻറ്റീവ് ഇൻ ദ ക്ലാസ്? ഈസ് മൈ കിഡ് അറ്റൻറ്റീവ് ഇൻ ദ ക്ലാസ്? ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കും. ഓക്കെ, ഇതിലൊന്നും പ്രശ്നമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈസ് മൈ ചൈൽഡ് അറ്റൻറ്റീവ് ഇൻ ദ ക്ലാസ്? ഓക്കെ, അവൻ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ടീച്ചർ പറയാണ്, അവൻ ഭയങ്കര അറ്റൻറ്റീവാണ്, അവനെ കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ല എന്ന് പറയാണ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അവൻ ഈ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ 2 തരം ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഉണ്ട്, 2 കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓക്കെ, കോ കരിക്കുലർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഈ സ്കേറ്റിങ്, കരാത്തെ, അല്ലെങ്കിൽ ചെസ്, അല്ലെങ്കിൽ കീബോർഡൊക്കെ പഠിക്കുന്ന ഒരു എക്സ്ട്രാ, അല്ലെങ്കിൽ ഡ്രോയിങ് ഒക്കെ പഠിക്കുന്ന, തുന്നലൊക്കെ പഠിക്കുന്ന ചില ആക്ടിവിറ്റീസ് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുക. അപ്പോൾ നമ്മളിവിടെ 2നെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരൊറ്റ സെൻറ്റൻസ് ചോദിക്കുന്നത്. ഓക്കെ, ഡസ് ഹി പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ? ഓക്കെ, അപ്പോൾ അതിൽ കരിക്കുലർ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഡസ് ഹി പാർട്ടിസിപ്പേറ്റ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് ഇൻ ദ ക്ലാസ് റൂം? ഓക്കെ, ഇൻ ദ സ്കൂൾ എന്ന് ചോദിക്കുകയാണ്. അവൻ എല്ലാ ക്ലാസ് റൂമിലെയും സ്കൂളിലൊക്കെ എല്ലാ ആക്ടിവിറ്റീസിലും അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയണം, ഏയ് അവൻ ഭയങ്കര ആക്റ്റീവാണ്, നല്ല ആക്റ്റീവാണെന്ന് പറയാണ്.
ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നും. കാരണം നമ്മുടെ ചിന്തയിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ വാ തോരാതെ സംസാരിക്കുന്ന കുട്ടി എന്നൊരു ആശയുണ്ട് ഇല്ലേ? അപ്പം നമ്മൾ ചോദിക്കുകയാണ്, അവൻ വളരെ സംസാരപ്രിയനാണോ, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കലാണോ എന്ന് ചോദിക്കും അല്ലേ? അവൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടോ ക്ലാസ്സിൽ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഈസ് ഹി വെരി ടോക്കറ്റീവ് ഇൻ ദി ക്ലാസ് റൂം? ഓക്കെ, ഈസ് ഹി വെരി ടോക്കറ്റീവ് ഇൻ ദി ക്ലാസ്? ഓക്കെ, അവൻ ക്ലാസ്സിൽ ഭയങ്കര സംസാരപ്രിയനാണോ? ഈസ് ഹി വെരി ടോക്കറ്റീവ് ഇൻ ദി ക്ലാസ് എന്ന് ചോദിക്കുകയാണ് അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പേടിയാണ് അവൻ സ്കൂളിൽ ചെന്നാൽ കൂട്ടുകാരുടെ അടുത്ത് ടീച്ചറുടെ അടുത്തൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഈസ് ഹി ടോക്കറ്റീവ് ഇൻ ദി ക്ലാസ്? ഓക്കെ, ഈസ് ഹി ടോക്കറ്റീവ് ഇൻ ദി ക്ലാസ്? ഇപ്പോൾ ടീച്ചർ പറയാമെന്ന് വിചാരിക്കും, അവനെ കൊണ്ട് അങ്ങനെ വലിയ ശല്യമൊന്നുമില്ല, അല്ലെങ്കിൽ അവളെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പരാതികളുടെ കെട്ട് ടീച്ചർക്ക് അങ്ങ് അഴിച്ചിട്ട് കൊടുക്കും ഇല്ലേ? സ്വതവേ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ടീച്ചേഴ്സ് കുട്ടികളെ പറ്റി പറയുന്നത് പോലെ തന്നെ പാരൻസും ടീച്ചേഴ്സിനോട് കുട്ടികളുടെ കുറേ കാര്യങ്ങൾ പറയും. അപ്പം ഈ ദിവസങ്ങളിൽ ബഹുഭൂരിപക്ഷം പാരൻസും ടീച്ചേഴ്സിനോട് പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതായിരിക്കും, എൻ്റെ ടീച്ചറെ അവൾ എപ്പോഴും മൊബൈലാണ്, അവൾ എപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ ഒരുപാട് പാരൻസിനോട് സംസാരിക്കുമ്പോൾ പറയും, എൻ്റെ സാറെ മൊബൈൽ അഡിക്ഷനാണ്, എപ്പോഴും മൊബൈലാണ്, എപ്പോഴും സോഷ്യൽ മീഡിയയിലാണ് എന്ന് പറയും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ഒരു പരാതിയായിട്ട് ടീച്ചറോട് പറയാം? ഷീസ് ഓൾവേസ് ഓൺ സോഷ്യൽ മീഡിയ. ഓക്കെ, ഷീസ് ഓൾവേസ് ഓൺ സോഷ്യൽ മീഡിയ, ഷീസ് ഓൾവേസ് ഓൺ സോഷ്യൽ മീഡിയ, അവൾ എപ്പോഴും സോഷ്യൽ മീഡിയയിലാണ് കേട്ടോ മാം. ഓക്കെ, ഷീസ് ഓൾവേസ് ഓൺ സോഷ്യൽ മീഡിയ. കുഞ്ഞും കൂടെയും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുഞ്ഞ് നമ്മളൊരു നോട്ടം നോക്കും. ഓക്കെ, നമ്മൾ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം. ഓക്കെ, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനും കൂടെ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്യും. എന്ന് പറയണം എന്ത്? ഷീസ് ഓൾവേസ് ഓൺ സോഷ്യൽ മീഡിയ. ഓക്കെ, അവൾ എപ്പോഴും സോഷ്യൽ മീഡിയയിലാട്ടോ മാം എന്ന് പറയാം നമ്മൾ. എന്നിട്ട് ഒപ്പം നമ്മൾ പറയുകയാണ്, അവള് പുറത്തൊന്നും പോയി കുട്ടികളുടെ ഒപ്പം കളിക്കില്ല അല്ലേ? സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആയതിനു ശേഷം പിള്ളേർക്കൊക്കെ പുറത്തു പോകാൻ താല്പര്യമില്ല, വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് മൊബൈലിൽ കുത്തി കളിക്കാനാണ് പിള്ളേർക്കൊക്കെ താല്പര്യം. അപ്പോൾ നമ്മൾ ടീച്ചറോട് പറയണം, അവൾ ഒരിക്കലും പുറത്ത് പോയി കൂട്ടുകാരികളുടെ ഒപ്പം കളിക്കാറില്ല എന്ന് പറയാം. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഷി ഡസൻറ്റ് ഗോ ഔട്ട് ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഓക്കെ, ഇങ്ങനെ പറയാം, ഷി ഡസൻറ്റ് ഗോ ഔട്ട് ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ്. അവൾ പുറത്ത് പോയി കളിക്കാറില്ല. ഷി ഡസൻറ്റ് ഗോ ഔട്ട് ടു പ്ലേ വിത്ത് ഹെർ ഫ്രണ്ട്സ്. ഓക്കെ, കൂട്ടുകാരുടെ ഒപ്പം കളിക്കാനായിട്ട് അവൾ ഒരിക്കലും പുറത്തു പോകാറില്ല. നമ്മൾ 1-2 പരാതി പറഞ്ഞു കഴിയുമ്പോൾ മൂന്നാമത് ടീച്ചർക്ക് നമ്മുടെ ഉത്തരവാദിത്തം നൈസായിട്ട് നമ്മൾ വെച്ചു കൊടുക്കും. എങ്ങനെയാണ്? ടീച്ചറെ, അവളോട് ഇതിനെക്കുറിച്ചിട്ടൊന്ന് പേഴ്സണലി സംസാരിക്കണം കേട്ടോ, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല, ടീച്ചർ ഒന്ന് പേഴ്സണലി സംസാരിക്കേണ്ടതുണ്ട് എന്ന് പറയാം. എങ്ങനെയാണ് അത് നമ്മൾ ഇംഗ്ലീഷ് പറയാം? പ്ലീസ് ടോക്ക് ടു ഹർ പേഴ്സണലി. ഓക്കെ, പ്ലീസ് ടോക്ക് ടു ഹർ പേഴ്സണലി. അവളോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം കേട്ടോ. പ്ലീസ് ടോക്ക് ടു ഹർ പേഴ്സണലി. ഓക്കെ, അവളോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മൾ അഡീഷണലായിട്ട് ഒരു കാര്യം കൂടി പറയാണ്, ടീച്ചർക്ക് പറ്റാന്ന് വെച്ചാൽ അവൾക്കൊരു സ്പെഷ്യൽ കെയറും കൂടിയും കൊടുത്തോളും അല്ലേ? എല്ലാ അമ്മമാരും അപ്പന്മാരും ടീച്ചേഴ്സിനോട് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുഞ്ഞിനൊരു സ്പെഷ്യൽ കെയർ കൊടുക്കണേ എന്ന്. കാരണം നമുക്ക് അതിനുള്ള റീസൺസ് ഉണ്ട് അല്ലേ? നമ്മുടെ കുഞ്ഞ് മൊബൈൽ അഡിക്റ്റഡ് ആണ് എന്ന് പറയണം. It would be nice if you could give some special care. Okay, it would be nice if you could give some special care. It would be nice if you could give some special care. Okay, അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ടീച്ചർ പറയും, ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ പതുക്കെ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രാവശ്യത്തെ മീറ്റിങ്ങിനുള്ള ഏകദേശം സെൻറ്റൻസസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനിയും കൂടുതലായിട്ട് ഡിസ്കഷനും നമ്മുടെ സ്കൂളിൽ ഓഫീസിൽ ചെന്ന ഫീ അടയ്ക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസൊക്കെ അതിലെ നോട്ട്സ് എല്ലാം എഴുതിയെടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. അടുത്ത PTA അടുത്ത പാരൻറ് മീറ്റിങ്ങിന് ശങ്കൂറ്റത്തോടെ ഇംഗ്ലീഷിൽ 4 ഡയലോഗ് പറയാനുള്ള തയ്യാറെടുപ്പോടുകൂടെ പടവാളൊക്കെ ആയിട്ടൊക്കെ ചെന്നേക്കണം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.